കൊത്തമര ഉള്ളി മുളകിട്ട നാടൻ കറി. ഉള്ളി മുളകിട്ട നാടൻ കറി തയ്യാർ. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് ഈ കൊത്തമര എന്നാണ് നമ്മുടെ നാട്ടിൽ പറയണ കേട്ടോ. ഇതിന് കൊത്തമര, നമ്മുടെ നാട്ടിൽ കൊത്തമര എന്ന് പറയണതിന് നമുക്ക് കൊത്തമര ഉള്ളിമുളക് ഇടാം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെള്ളം എടുക്കാം. അതിലോട്ടേക്ക് ഇത് കുറച്ച് വെള്ളം മതി വേവാൻ. ചെറിയ സിമ്മിലാണ് ഇടണത് കേട്ടോ. കൊത്തമര കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ടേക്ക് ഒരു പൊടി മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് കുറച്ച് നമുക്കൊന്ന് വേവാൻ വെക്കട്ടെ. ചെറിയ തീയിൽ വെക്കാം. നമുക്ക് ഉപ്പേരി വെക്കാനാണ്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. ചെറിയ തീയിലോ ഇതിലോട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവ്. ഓക്കെ, നമുക്ക് കൊത്തമര കഴുകി വേവിച്ച് ഉപ്പ് മഞ്ഞളിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിത്തിരി വെള്ളമാണ്, വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പിന്നെ അത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിനെ കടുക് പൊട്ടിക്കാറില്ല ഞങ്ങൾ. കടുക് പൊട്ടിക്കണ്ട. കടുക് പൊട്ടിച്ച വേറെ രസം, കടുക് പൊട്ടിച്ചെങ്കിൽ വേറെ രസം. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേന്. ഉള്ളിയും പച്ചമുളകാണ്. ഇത് ഉള്ളിയാണ് കേട്ടോ മാറ്റുന്നത്. ഉള്ളിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പിട്ടുങ്ങായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങായിട്ട് വേവിച്ച് വെച്ചതാണ്. അതെ, ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരു മിനിറ്റ് കേട്ടോ. മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അധികം മൂക്കണ്ട. അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ് കൊത്തമര ഇതിലേക്ക്. വെള്ളം നമുക്ക് വേണമെങ്കിലേ ഇത് വെച്ചിട്ട് ഊറ്റി വെച്ച വെള്ളമുണ്ട്, അത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ടേക്ക് ഒരു അരക്കയിൽ ചതച്ച മുളക് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ടോണം. അരക്കയിൽ മതി. ഇത് എത്ര എരിവിന് നമ്മൾ എടുക്കണം അത്രയും ടേസ്റ്റാണ്. എരിവ് വേണ്ടാത്തവർക്ക് കുറച്ചെടുക്കാം, എരിവ് വേണ്ടവർക്ക് കൂട്ടിയെടുക്കാം. കടുക് പൊട്ടിക്കണ്ട. കടുക് പൊട്ടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. കടുക് പൊട്ടിക്കാണ്ട് എടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു തുള്ളിയും കൂടി ഒഴിച്ചെടുക്കാം. ഒരു തുള്ളി ഇത് ഊറ്റി വെച്ച വെള്ളമുണ്ട്, അതിന് തുള്ളി ഒഴിച്ചിടും. നമുക്കൊരു ഭാഗത്തുണ്ടാവും. ഇനിയിപ്പോൾ ഈ സവാളയും ഇതെന്താണ് സവാളയും മുളകും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞ് ചേരണം. നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെക്കാം. മുളകിൻ്റെ കമ്പാണ്. ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെക്കണം. നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെക്കട്ടോ. സെക്കൻഡ് മതി. 2 മിനിറ്റ് കൊണ്ടാവുന്ന കറിയാണിത്. ഇത് മതി ചോറ് തിന്നാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ.
എല്ലാവരും വെച്ച് വെക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻ്റ് ഇടണം. എല്ലാവരും വെച്ച് വെക്കണം. എല്ലാവർക്കും അറിയില്ലാത്തവർക്ക് 2 പേർക്ക് 3 പേർക്കൊക്കെ ഇത് ധാരാളമാണ്. ഒരു 100 ഗ്രാം കൊത്തമരയാണ്. ഒരു മിനിറ്റ് ആയിട്ടാ, മിനിറ്റ് ആയിട്ടില്ല, മിനിറ്റ് ആയി. എന്നാലും കേൾക്കണ്ട. ആ എണ്ണയും വെള്ളവും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അല്ല ഉപ്പ് നമുക്ക് നോക്കാം. വേണമെങ്കിൽ ഒരു പൊടി ഇടാം. ഒരു മിനിറ്റ് കേട്ടോ, നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, കൊത്തമര ഉള്ളി മുളകിട്ട നാടൻ കറി, ഉള്ളി മുളകിട്ട നാടൻ കറി തയ്യാർ. നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.